ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ 2-3 ആഴ്ചകളായി തേർഡ് പാർട്ടി റീഡിംഗ് ചെയ്തിട്ടെന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരുപാട് പേരുടെ കമൻസ് വരുന്നുണ്ട്, പേഴ്സണലി പറയുന്നുണ്ട് തേർഡ് പാർട്ടി റീഡിംഗ് നോക്കാമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജി എങ്ങനെയാണ് അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അതും കൂടി നമുക്ക് അറിയാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. Nine of Wands, Three of Wands, Knight of Swords, Six of Cups, Seven of Wands, Seven of Cups, Six of Swords, Nine of Cups, Three of Pentacles, Ten of Wands, Magician, Moon, the Tower, Ace of Cups, Queen of Swords and Hanged Man. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ പരസ്പരം ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ആ ഒരു സുതാര്യത ഇല്ലാത്ത അവസ്ഥ നമുക്ക് കാണാം. ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, ട്രസ്റ്റ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നല്ലതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഒരു ഹോണസ്റ്റ് അല്ലെങ്കിൽ ഒരു ജെന്വിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഗതി നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നില്ല ഇവിടുത്തെ ഒരു എനർജിയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് ഒളി മറ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, വേറൊരു തരത്തിലുള്ളൊരു ഇൻറ്റൻഷൻ, അതായത് പുറമേ കാണുന്നതല്ല നമ്മളുടെ മനസ്സിനകത്തുള്ളത്, നമുക്ക് വേറൊരു ഉദ്ദേശമുണ്ട്. ചില സമയത്ത് അതിനെ നമ്മൾ ദുരുദ്ദേശം എന്നും പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഏത് ബന്ധത്തിനകത്തും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിവിടെ ഉള്ളതായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുള്ളൊരു ബന്ധമായിരിക്കും. ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ഒരു വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും, ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചൊരു ഡീപ്പ് ബോണ്ടിങ് ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പരസ്പരം ഒരുപാട് നാളുകളായിട്ട് അറിയുന്ന വ്യക്തികൾ, പാസ്റ്റിൽ നിന്നേ അറിയുന്ന ഒരു വ്യക്തി, ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നമുക്കൊരു വ്യക്തിയെ ഒരുപാട് നാളുകളായിട്ട് അറിയാം, ചിലപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ഒരു പേഴ്സണായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻറ്റിമസി, ഓർമ്മകൾ, കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. കാരണം ആ ഒരു ബന്ധത്തിൻ്റെ ഒരു കാലപ്പഴക്കം, ആ അതിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു മെമ്മറീസ്, കാര്യങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിരിക്കും മറ്റുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നതെന്ന് പറയാം. ആ ഒരു ടൈപ്പ് കണക്ഷനാണ് ഇവരുടെ ആ ഒരു ബന്ധം തീർത്തും അറ്റുപോകാതെ നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഈ ഒരു റിലേഷൻഷിപ്പ് അറ്റുപോകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഡ്രോപ്പായി പോകാതിരിക്കാൻ മാക്സിമം എഫേർട്ട് എടുത്തതായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരുപാട് സ്ട്രഗിൾസ് ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി വിചാരിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല നിങ്ങളുടെ പേഴ്സൺ അതിനകത്ത് പ്രൊസീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചായിരിക്കില്ല ഈ ഒരു വ്യക്തി
ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നവരെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അത് നടത്തിയെടുക്കാനായിട്ട് നോക്കുന്ന വ്യക്തികളുണ്ടാവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് ഹഡിൽസ് ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പം നമുക്കിവിടെ ഈ ഒരു എനർജി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൂണ്ടഡ് വാരിയർ എനർജിയൊക്കെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്കിലും അതിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്തൊരു മാറ്റം പ്രതീക്ഷിച്ച് നിന്നിട്ടുള്ള ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മളാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാലും ചിലപ്പോൾ കാര്യങ്ങളുടെ ഒരു ഗതി മാറിപ്പോവാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് സഡൻ ആക്ഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീണ്ടും ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ മാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആവുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ഷൻസ് കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കുറച്ചൊരു നിയന്ത്രണമോ ആ ഒരു കൺട്രോളിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീർത്തും അതിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഒന്നും കൂടി കുറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയിറ്റിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ പോവുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു തേർഡ് പാർട്ടിയുടെ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിനകത്ത് അവർ പിടിമുറുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് മാറിപ്പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതിരിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സോ വളരെ പ്ലാൻഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഏത് രീതിയിൽ ഇത് പ്രൊസീഡ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഡിഫെൻസീവായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു എതിർപ്പ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യാം അല്ലെങ്കിൽ ഏത് മാർഗം സ്വീകരിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഒരു പ്ലാനിങ് എനർജിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ടാണ് വളരെ പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടേത്. അപ്പോൾ ചില സമയത്ത് ആവേശം കൊണ്ട് ഇതിനകത്ത് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ഒന്ന് ഒരു കുറച്ചും കൂടി ഒരു ആ ഒരു സോഫ്റ്റ്നെസ്സിൽ നിന്നൊരു ഹാർഷ്നെസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച പോലെ പിടികിട്ടുന്നുമില്ല. അപ്പോൾ ആ ഒരു എനർജിയാണ്. അപ്പോൾ അതവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം നയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ പറയുന്നത് പോലെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയുണ്ട്. അതായത് ചിലവരെ വളരെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഫിയർ ഒക്കെ കൊടുത്ത് നിലനിർത്തി കൊണ്ടുപോകാറുണ്ട്. അത് ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പല റിലേഷൻഷിപ്പിലും നമ്മൾ കാണുന്ന കാര്യമാണ്. ചില റിലേഷൻഷിപ്പിൽ അങ്ങനെയല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് അല്ലെങ്കിൽ സെന്റിമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു സെന്റിമെന്റൽ എനർജി ഇവിടെ നമുക്ക് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെയും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ഉദ്ദേശമുള്ള ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ അവർ വരച്ച വരെ കൂടി കാര്യങ്ങൾ പോകണം. അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവേണ്ടത് എന്ന് പ്ലാനിംഗ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു പേഴ്സണെ പരിധിക്ക് നിർത്താനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് ഈ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കാം, വെറുപ്പിലായിരിക്കാം, ദേഷ്യത്തിലായിരിക്കാം. അത് ഓരോ പേഴ്സണെ അനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും. ചിലർ പെട്ടെന്ന് വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ചിലരങ്ങനെയല്ല. വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സമാധാനം മതി എന്ന് വിചാരിച്ചിട്ട് സൈലൻസിൽ എല്ലാം കേട്ട് സഹിച്ച് മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല വ്യക്തികളുടെയും ഒരു നേച്ചർ പല തരത്തിലാണ്. ഇവിടെ അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെ കുറച്ചൊരു സ്ട്രോങ് അല്ലെങ്കിൽ ഹാർഷായിട്ട് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഒട്ടും എനർജി ഇൻവെസ്റ്റ് ചെയ്യാതെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ മാറി നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ അവർ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ഒരു പ്ലാനിങ് എനർജി നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി എങ്ങനെയുള്ളൊരു കണക്ഷനാണ് അവരുടേതെങ്കിലും തേർഡ് പാർട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു പേഴ്സണും അല്ല. അതേസമയം ഈ ഒരു തേർഡ് പാർട്ടിക്കാണ് നിങ്ങളുടെ പേഴ്സൺ മസ്റ്റായിട്ട് അവരുടെ ലൈഫിൽ വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല രീതിയിലും കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അകന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാമിലിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്റ്റ് മുതലേ അല്ലെങ്കിൽ കുറച്ചൊരു കാലപ്പഴക്കമുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത്. അപ്പോൾ ഇമോഷണലുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുക അങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാനുള്ള ആ ഒരു ശ്രമമാണ്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ തേർഡ് പാർട്ടി ആയിട്ട് ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുള്ളതെങ്കിലും അവർക്ക് സപ്പോർട്ടായിട്ട് ചിലപ്പോൾ വേറെയും വ്യക്തികളുണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതായത് മറ്റ് വ്യക്തികളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും
ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ഏത് റിലേഷൻഷിപ്പാണ്, ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിനകത്ത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കിട്ടു, അല്ലെങ്കിൽ പരസ്പരം ചേരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടായി. പക്ഷേ എക്സ്റ്റേണലി വേറെ ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവരുടെ ആ ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ മാറ്റി ഒന്നും കൂടി ഒന്ന് ബോണ്ടിങ്ങിലേക്ക് ആക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു സപ്പോർട്ടും കൂടി അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് ഇതിനകത്ത് ഉണ്ടായേക്കാം. അത് ചിലപ്പോൾ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണ് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്തതിൻ്റെ ഒരു റീസണും ഈ പറഞ്ഞ മറ്റുള്ള വ്യക്തികളുടെയും കൂടി ഒരു ഹെൽപ്പ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കും. അതായത് വേറെ വ്യക്തികളുടെയും കൂടി ഒരു ഹെൽപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും 2 വ്യക്തികൾ മാത്രമല്ല. 2 പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അവരുടെ മാത്രം തീരുമാനമാണ്. വേറെ ആൾക്കാരും അതിനകത്തുള്ള ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റാറില്ല. കാരണം അവരുടെ ഒരു ഉപദേശം അല്ലെങ്കിൽ കൂടുതലായിട്ട് കാര്യം ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി ഇതിൽ നിന്നൊന്ന് മാറുന്നു അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ചൊരു സമാധാനത്തിന് വേണ്ടി മാറി നിൽക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും ഇമോഷണലി അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടോ ഒക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ച് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ വലിയൊരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണിന് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇതെനിക്ക് ഉണ്ടായേ മതിയാവൂ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും മാറാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മാറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സ് മൂലമോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ സഹായത്തോടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആയിരിക്കാം, സെൻറ്റിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കാം വീണ്ടും തിരിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് കൂട്ടിയിണക്കാനുള്ള ഒരു പ്രവണത നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിതൊരു വലിയൊരു ബേർഡനായിട്ട് അല്ലെങ്കിൽ ഒരു എനർജി ഡ്രെയിൻ ആവുന്ന ഒരു സംഗതിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് മുറുകുമ്പോൾ ഈ ഒരു പേഴ്സൺ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഇവർ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ അടക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും അത് വിപരീത ഫലമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവർ അത് ഓക്കെ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സിറ്റുവേഷൻ ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജിയാണ് കാണുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കതിനകത്ത് ആ ഒരു റിലേഷൻഷിപ്പും നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ നമുക്കവിടെ സ്ട്രോങ് ആയിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അതിന് പിന്നിൽ വേറെ പല കാര്യങ്ങളുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ടാവാം. പല ഉദ്ദേശങ്ങളും ഉണ്ടാവാം. കാരണം പല ഉദ്ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു യഥാർത്ഥ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറച്ചു വെക്കുന്നു. റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വിട്ടുകളയാൻ കഴിയില്ല എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം അവരുടെ ഒരു പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം ഡയറക്റ്റ്ലി നടക്കുന്നതല്ല അല്ലെങ്കിൽ ഒരു ക്ലിയർ അല്ല, ക്ലാരിറ്റി ഉള്ളതല്ല. അതിന് പിന്നിലൊക്കെ ആ ഒരു ഷാഡോ ഉണ്ട്. അപ്പോൾ ഒരു നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ അത് പുറമേ പറയാതിരിക്കുക. നമ്മൾ പറയില്ലേ പുറകിലൂടെ ചരട് വലിക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു സംഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇൻറ്റൻഷൻ അത്ര ക്ലിയർ അല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊന്ന് ബേൺഡ് ഔട്ട് ആവുമ്പോഴത്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പിടിമുറുക്കൽ ശക്തമാവുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശ്രമങ്ങളുണ്ടാവും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമുക്കത് ഇവിടെയും കാണാം. അല്ലെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾക്ക് ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില വിശ്വാസങ്ങൾ തകർന്നടിഞ്ഞതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഹൈഡിങ് നേച്ചർ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ബോധ്യം വന്നതായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില വിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് തെറ്റാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം വരിക അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇതിനകത്ത് വീണ്ടും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹിഡൻ അജണ്ട എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വീണ്ടും ആ ഒരു വിള്ളൽ അവിടെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ആ ഒരു കണക്ഷൻ കൂട്ടിയിണക്കാനുള്ള ആ ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു കോൾഡ് ആൻഡ് റിജിഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ ഒരു വ്യക്തി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രൂത്ത് സീക്കർ എനർജിയാണത്. അതായത് അന്ധമായിട്ട് വിശ്വസിക്കാനായിട്ട് ഇനി തയ്യാറല്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതിരിക്കുന്നൊരവസ്ഥയാണ്. കട്ടായി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്തൊരു സ്റ്റക്നെസ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പല ആംഗിളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു അപ്രോച്ച് ആയിരിക്കാം. അത് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു നിശ്ചലാവസ്ഥയാണ്. കാര്യങ്ങളങ്ങനെ വളരെ ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ല. കാരണം വീണ്ടും ആ ഒരു
ഓഫറിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനം ആയിക്കോട്ടെ, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിക്കോട്ടെ, സെൻറ്റിമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അതിനകത്ത് ആ ഒരു ഇമോഷൻസിലൊന്നും വീണു പോവാതെ കുറച്ചൊരു കോൾഡ് ആൻഡ് റിജിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പം അതിനകത്ത് ഇപ്പോൾ അവരൊരു ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയിലായിരിക്കാം. അതായത് മനസ്സതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിലവിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആ ഒരു സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് അവരൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ ഒരു ഇൻറ്റൻഷൻ ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിനേക്കാളും കുറച്ചും കൂടി ഒരു മോശമാണെന്നുള്ളൊരു തോന്നലായിരിക്കാം സസ്പീഷ്യസ് ആയിട്ട് അവർ കാണുന്നതും, കൂടുതലൊരു വ്യക്തതയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നതും. നമ്മളിവിടുത്തെ ഒരു എനർജി ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് അല്ലെങ്കിൽ വിട്ടു കൊടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു പേഴ്സണാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് അതിൻ്റെ ഒരു ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ പ്രകൃതിയുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ യൂണിവേഴ്സിൻ്റെ ഒരു രീതിയുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വന്ന് ഈരം, ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ദോഷമാണെന്നുണ്ടെങ്കിൽ മാറ്റി കൊണ്ടുപോകാറുണ്ട്. അത് ആ ഒരു പ്രകൃതിയുടെ നിയമമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണത്. അപ്പം അതിനകത്തേക്ക് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 18 അടവും പയറ്റുക എന്ന് പറയുന്ന പോലെയുള്ളൊരു അവസ്ഥ ഈ ഒരു തേർഡ് പാർട്ടി മാക്സിമം എടുക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണെന്നുണ്ടെങ്കിലും, ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് പോകുന്നു അല്ലെങ്കിൽ വഴി മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള, ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവരാനുള്ള, സ്നേഹമോ അല്ലെങ്കിൽ കാല് പിടിച്ചിട്ടോ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടോ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടോ ഒക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒട്ടും അറ്റാച്ച്ഡ് അല്ലാതെ, അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്നും കൊടുക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പോസ് എനർജി നമുക്കവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നമ്മൾ പലരുടെയും കാര്യത്തിൽ കണ്ടിട്ടുള്ളതാണ്. ചിലവർ സത്യം അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ബലം പിടിച്ച് ചിലത് വാങ്ങാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികൾ, ഡെസ്റ്റിനി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് ഒരുപാടായി കഴിയുമ്പോഴത്തേക്കും അത് വളരെ ഡേഞ്ചറായിട്ട് മാറാറുമുണ്ട്. നമ്മളൊരു പരിധി വരെ ശ്രമിച്ചു, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സത്യാവസ്ഥ ഏകദേശം മനസ്സിലാക്കിയൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആ യൂണിവേഴ്സിനായിട്ട് വിട്ടു കൊടുക്കുക. നമ്മൾ പിന്നെയും 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 ഞാനത് ഈ പിടിച്ചത് കൊണ്ട് ഞാൻ പോകൂ എന്നുള്ള ആ ഒരു എനർജിയിൽ പോവാതെ, ആ ഒരു യൂണിവേഴ്സ് എങ്ങനെയാണോ അത് അൺഫോൾഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് മാറട്ടെ എന്ന് പറഞ്ഞ് നമ്മളത് സ്വതന്ത്രമായിട്ട് വിടുമ്പോഴാണ് അതിനകത്തൊരു ജീവൻ വെക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മളത് ചെയ്യുന്നത് ഒരു കാര്യം നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെമ്പലാണ്. അപ്പോൾ അത് എവിടെയാണെന്നുണ്ടെങ്കിലും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിൽ നമുക്കത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇവരുടെ ഈ ഒരു ബന്ധത്തിന് വളരെയധികം ഒരു ദോഷകരമായിട്ടത് മാറും എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോഴത്തെ എനർജിയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന, ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് അവരിതിലേക്ക് ചേസ് ചെയ്ത് വരുംതോറും ആ ഒരു വ്യക്തി കൂടുതലായിട്ട് അകന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ പോലും അറിയാതെ. അതാണ് സത്യം പറഞ്ഞ് ഇവിടുത്തെ ഈ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഓവറോളായിട്ട് എടുത്ത് നോക്കാം ഈ ഒരു പേഴ്സൻ്റെ. വേൾഡ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് സോഡ്സ്, ജസ്റ്റിസ്, 6 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇപ്പോൾ അവരൊരു സൈലൻസിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും അത്രയധികം ഒരു ഇൻറ്റിമസി ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അവർ ആ ഒരു കണക്ഷൻ ചിലപ്പോൾ ഒന്ന് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവരുടെ ഒരു മൈൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു വേൾഡ് ആയിട്ടാണ് അവർ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവർ നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ കാണുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അത്രയും ആ ഒരു നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു
സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു സോൾ ലെവൽ കണക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മബന്ധം നിങ്ങളോടുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ പ്രകടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ വല്ല കാര്യങ്ങളും കൊണ്ടായിരിക്കാം അത് കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും റീസൺ കാണാം. അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തുള്ള പിരിമുറുക്കമോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ അവരത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങളോടത് പുറമേ കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലോങ് ടേം ഫ്യൂച്ചറിനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്താഗതി ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇൻറ്റിമസി നമുക്കിവിടെ കാണാം. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാലപ്പഴക്കമുള്ളതായിരിക്കാം. മാത്രമല്ല ഈ ഒരു പേഴ്സൺ അത്രയും പ്രിയപ്പെട്ടതാണെന്നുള്ളത് നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇമോഷൻസ് എന്താണോ അത് കംപ്ലീറ്റ്ലി പ്രകടിപ്പിക്കാതെ ഒരു സൈലൻസിലൊക്കെ പോകുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്നുള്ളൊരു മനസ്സുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീപ്പ് ലെവൽ ആ ഒരു സോൾമേറ്റ് ലെവൽ കണക്ഷനൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് ഇപ്പോഴും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിനായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.